കേരളത്തിന്റെ ചോരയും നീരും ഒഴുക്കി പടർത്തുയർത്തിയ നമ്മുടെ നാടിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഒരു കൂട്ടം കള്ളന്മാരും തട്ടിപ്പുകാരും ചേർന്ന് കൊള്ളയടിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. തുറമുഖ നിർമ്മാണത്തിലുള്ള പാറകൾ കടത്തിക്കൊണ്ടുപോയ കള്ളന്മാർക്ക് പിന്നാലെ ഇതാ വിഴിഞ്ഞത്തിന്റെ പേരിൽ 300 കോടി രൂപയുടെ വ്യാജരേഖ ചമച്ച് സമാന്തര ടെൻഡർ തട്ടിപ്പ് നടത്തിയ മറ്റൊരു അന്താരാഷ്ട്ര തട്ടിപ്പുകാരൻ കൂടി പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വിഴിഞ്ഞം അതോറിറ്റിയുടെ വ്യാജ ഒപ്പുകളും സീലുകളും നിർമ്മിച്ച പ്രവാസികളിൽ നിന്നും വൻകിട ബിസിനസ്സുകാരിൽ നിന്നും കോടികൾ തട്ടിയ മലപ്പുറം അരീക്കോട് സ്വദേശി സൽമാനുൽ ഫാരിസ് എന്ന 45-കാരനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ കണ്ണ് വെട്ടിച്ച ഇത്രയും വലിയൊരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ടും പ്രവർത്തിച്ചിട്ടും നമ്മുടെ ഇന്റലിജൻസും പോലീസും എവിടെയായിരുന്നു എന്ന് അതിശയിച്ചു പോവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പേരിൽ 300 കോടിയുടെ മെഗാ പ്രൊജക്ട് ഉപകരാർ തനിക്ക് ലഭിച്ചു എന്നാണ് ഇയാൾ വ്യാജമായിട്ട് ചമച്ച രേഖകളിൽ പറയുന്നത്. മുൻ വിഴിഞ്ഞം CMD ആയിരുന്ന ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ള ഉയർന്ന IAS ഉദ്യോഗസ്ഥരുടെ പേരും വ്യാജ ഒപ്പുകളും സീലുകളുമാണ് ഇയാൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര പദ്ധതിയുടെ പേരിൽ ഇത്രയും വലിയ വ്യാജരേഖ ചതി നടന്നിട്ടും കേസിന് വലിയ രഹസ്യ സ്വഭാവം ഉണ്ട് എന്ന ന്യായം പറഞ്ഞ് വിവരങ്ങൾ ഒളിച്ചുവെക്കാനാണ് ഇപ്പോൾ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇനി കേരളം ചോദിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. ഈ സൽമാനുൽ ഫാരിസിന് പിന്നിൽ മറ്റേതെങ്കിലും വൻ സ്രാവുകളുണ്ടോ? പ്രവാസികളുടെയും നിക്ഷേപകരുടെയും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഈ മാഫിയ നാടുവിടുമ്പോൾ അത് തകർക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ ആഗോള വിശ്വാസ്യത കൂടിയാണെന്ന് അധികാരികൾ ഓർക്കുന്നത് നല്ലതാണ്. ചപ്പാത്തുകോട്ടുകൽ സ്റ്റോക്ക് യാർഡിൽ നിന്നും 40 കോടിയോളം രൂപയുടെ വിഴിഞ്ഞം പാറകൾ ദുരൂഹ സാഹചര്യത്തിൽ കടത്തിക്കൊണ്ടുപോയ വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ തട്ടിപ്പിന്റെ വാർത്തയും പുറത്തേക്ക് എത്തുന്നത്. ഇത് യാദർച്ഛികമല്ല. വിഴിഞ്ഞത്തെ തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന വലിയൊരു മാഫിയ ഇവിടെ സജീവമാണ് എന്നതിന്റെ തെളിവ് തന്നെയാണ്. തുറമുഖത്തെ അന്താരാഷ്ട്ര പോർട്ട് സിറ്റിയാക്കി മാറ്റാൻ അദാനി ഗ്രൂപ്പ് വിഭാവനം ചെയ്ത 16,000 കോടി രൂപയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നിലവിൽ പാറ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നിശ്ചലമായിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ കൊള്ള നടക്കുന്നത് എന്ന് ഓർക്കണം. തുറമുഖ നിർമ്മാണത്തിനായി യാർഡിൽ എത്തിച്ചേരുന്ന 4.5 ലക്ഷം മെട്രിക് ടൺ പാറകളായിരുന്നു ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മറ്റ് ഹൈവേ നിർമ്മാണങ്ങൾക്കും പ്രാദേശിക ആവശ്യങ്ങൾക്കുമായിട്ട് മറിച്ചു വിറ്റത്. ഈ വൻകിട അഴിമതി പുറത്തു വന്നപ്പോൾ പ്രതികൾ പറഞ്ഞ ന്യായീകരണം ഈ പാറകളെല്ലാം ചതുപ്പിൽ താഴ്ന്നുപോയി എന്നായിരുന്നു. ഈ വിചിത്രമായ ന്യായീകരണം നൽകി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ്. തട്ടിപ്പ് വെളിപ്പെട്ടതോടെ അദാനി ഗ്രൂപ്പ് ചീഫ് അക്കൗണ്ടന്റ് അരുൺ മോഹൻ ഉൾപ്പെടെയുള്ള ക്വാറി ചുമതലയുണ്ടായിരുന്ന 5 ഉയർന്ന ഉദ്യോഗസ്ഥരെ കമ്പനി പിരിച്ചുവിട്ടു. എന്നാൽ ഈ കല്ല് മോഷണത്തിന് പിന്നാലെ കഴിഞ്ഞ 3 മാസമായി വിഴിഞ്ഞത്തേക്ക് ഒരു ലോഡ് പാറ പോലും എത്തുന്നില്ല എന്ന ക്രൂരമായ യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. പുലിമുട്ട് നിർമ്മാണത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. 2ാം ഘട്ടത്തിന് 77 ലക്ഷം ടൺ പാറ ആവശ്യമായെടുത്ത് നിലവിൽ 50 ലക്ഷം ടൺ പാറയെങ്കിലും അടിയന്തരമായിട്ട് വേണം. എന്നിട്ടാണ് ഉള്ള പാറ മുഴുവൻ അവിടുത്തെ ഉദ്യോഗസ്ഥരും കള്ളന്മാരും ചേർന്ന് കവർച്ച ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് കോടികളുടെ കല്ലുകള്ളന്മാർ പദ്ധതി അകത്തു നിന്നും തിന്നുമുടിക്കുമ്പോൾ മറുവശത്ത് വിഴിഞ്ഞത്തിന്റെ പേരിൽ 300 കോടിയുടെ വ്യാജരേഖ ചമച്ച് നിക്ഷേപകരെ പറ്റിക്കുന്ന സൽമാനു ഫാരിസിനെ പോലെയുള്ള കള്ളന്മാർ പദ്ധതിയുടെ വിശ്വാസ്യതയെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തകർക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന തുറമുഖ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ 2028 പൂർത്തിയാകേണ്ട വിഴിഞ്ഞം പദ്ധതി ഇനി അനിശ്ചിതത്തിലേക്ക് എത്തും.